നമസ്കാരം. ലഹരിമരുന്ന് ആവശ്യമുള്ള ഉപഭോക്താക്കൾ നിരവധി. 1000, 2000 എന്നിങ്ങനെ ചെറുതുകകളായി നിരവധി തവണയായി നടത്തിയത് നൂറുകണക്കിന് പണമിടപാടുകൾ. വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെടെ പിടിയിലായ MDMA പണമിടപാട് കേസിന് പിന്നിൽ ലഹരി ഉപഭോക്താക്കളായ നിരവധി പേർ അടങ്ങുന്ന കൂറ്റൻ ശൃംഖല തന്നെയുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. ഉപഭോക്താക്കളെ ലഹരി വിൽപ്പനയുടെ കാരിയർമാരാക്കി മാറ്റി യഥാർത്ഥ സൂത്രധാരന്മാർ കാണാമറയത്ത് തുടരുന്ന രീതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കേസിൽ ആഴത്തിലുള്ള അന്വേഷണം നടന്നാൽ മാത്രമേ ലഹരി മാഫിയയുടെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസിന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. വെറും 6 മാസത്തിനിടെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 2 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. ലഹരി വാങ്ങുന്നതിനായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ QR കോഡ് വഴിയും UPI വഴിയും കൈമാറിയ പണമാണിതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ DIG കാർത്തിക്കിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. റൂറൽ SP മെറിൻ ജോസഫാണ് ഈ ലഹരി മാഫിയയിലെ നിർണായക കണ്ടെത്തലുകളിലേക്ക് അന്വേഷണത്തെ എത്തിച്ചത്. കേസിൽ പിടിയിലായ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാരായ കീർത്തന, കാവ്യ, ട്രെയിനർ നീഷ്മ, ഡെലിവറി ബോയ് ജിജിൻ കുര്യാക്കോസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി വടകര പോലീസ് കോടതിയിൽ ഉടൻ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ പണം എങ്ങോട്ടേക്കാണ് പോയതെന്ന് വ്യക്തമായ തെളിവ് ശേഖരിക്കാനാണ് ഈ ചോദ്യം ചെയ്യൽ. പ്രതികളായ അധ്യാപികമാർ മൂവരും ഉറ്റ സുഹൃത്തുക്കളാണ്. പ്രതിയായ നീഷ്മയുടെ വീട്ടിൽ പലതവണയായി 3 പേരെയും ഒരുമിച്ച് കണ്ടതായി നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. കേവലം അധ്യാപനം എന്ന ജോലിക്കപ്പുറത്തേക്ക് ലഹരി ശൃംഖലയിലെ പ്രധാന ഏജന്റുമാരായി ഇവർ എങ്ങനെ മാറി എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഇവരുടെ വ്യക്തിഗത അക്കൗണ്ടുകൾ വഴി മാത്രം നടന്നിട്ടുള്ളത്. കേസിലെ മറ്റു പ്രതികളായ ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലൂടെ മാത്രം 6 മാസത്തിനിടെ 1 കോടിയിൽ പരം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ലഹരി ഉപഭോക്താക്കളിൽ നിന്നും ജിജിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ ഈ ഭീമമായ തുക പിന്നീട് ലഹരിക്കടത്തിന്റെ യഥാർത്ഥ തലച്ചോറായി പ്രവർത്തിക്കുന്ന പ്രധാന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയതായാണ് സൂചന. പ്രധാന പ്രതിയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും 50 ലക്ഷത്തിൽ പരം രൂപയുടെ വിനിമയം നടന്നിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി മരുന്ന് സംഘങ്ങൾക്ക് വേണ്ടി പണം വെളുപ്പിക്കാനും ഏജന്റുമാർക്ക് പണം കൈമാറാനും അധ്യാപികമാർ തങ്ങളുടെ അക്കൗണ്ടുകൾ വിട്ടു നൽകുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പണത്തിന്റെ സ്രോതസ്സും അതിനായി നൽകിയ MDMAയുടെ അളവും കണ്ടെത്താൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ വിശദമായി പരിശോധിക്കുകയാണ്. ചെറിയ തുകകളായി നടന്നിട്ടുള്ള നൂറുകണക്കിന് ഇടപാടുകൾ വ്യക്തമാക്കുന്നത് ഈ ശൃംഖല സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് വരെ പടർന്നു പന്തലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. കോളേജ് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, IT ജീവനക്കാർ എന്നിവരാണ് ഇത്തരത്തിൽ 1000, 2000 രൂപ നിരക്കിലുമൊക്കെ പണം അയച്ചിട്ടുള്ളതെന്നാണ് നിഗമനം. ഈ അക്കൗണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ചും വരും ദിവസങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കും. സാധാരണ ലഹരി കേസുകളിൽ കാരിയർമാരും ചെറിയ ഏജന്റുമാരും മാത്രമാണ് പോലീസിന്റെ വലയിലാകാറുള്ളത്. എന്നാൽ ഇവിടെ ഉപഭോക്താക്കളെ തന്നെ ലഹരി വിൽപ്പനയിലെ കണ്ണികളാക്കി മാറ്റുന്ന തന്ത്രമാണ് യഥാർത്ഥ പ്രതികൾ പയറ്റിയത്. അതുകൊണ്ട് തന്നെ പ്രധാന കണ്ണികളെ കണ്ടെത്തി വലയിലാക്കൂ എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയാണ്. പെൺകുട്ടികളെയും അധ്യാപികമാരെയും മുന്നിൽ നിർത്തി അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച ലഹരി വ്യാപാരം നടത്താനാണ് ലഹരി മാഫിയ പദ്ധതിയിട്ടത്. പരിശോധനകളിൽ സംശയം തോന്നാതിരിക്കാൻ ഇവർ കൈക്കൊണ്ട രീതികൾ അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച വൻതോതിലുള്ള അന്തർ സംസ്ഥാന ലഹരി റാക്കറ്റിലേക്ക് അന്വേഷണം നീളുകയാണ്.